ഹലോ ഫ്രണ്ട്സ്, കൊച്ചു കൃഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല രീതിയിൽ എങ്ങനെ ഒരു നേന്ത്രവാഴക്കന്ന് നടാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വാഴക്കന്ന് നടുന്നതിന് വേണ്ടിയുള്ള കുഴിയെടുക്കാം. വാഴക്കന്ന് നടാനുള്ള കുഴിയെടുക്കുമ്പോൾ 2 അടി താഴ്ചയുള്ള കുഴിയാണ് നല്ലത്. ഒരുപാട് താഴ്ചയുള്ള കുഴിയിൽ വാഴക്കന്ന് നട്ടാൽ പിന്നീട് വാഴക്കുലയൊക്കെ വെട്ടിയ ശേഷം ആ വാഴയുടെ കന്ന് ഇളക്കി മാറ്റാൻ പ്രയാസമായിരിക്കും. കാരണം ഒരുപാട് ആഴത്തിലായിരിക്കും ആ വാഴയുടെ കന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നടാനുള്ള കന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഇടത്തരം കന്ന് തന്നെ എടുക്കുക. ഒരുപാട് വലിയ കന്ന് എടുത്താൽ വാഴ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് കുലയ്ക്കും. അത് കാരണം ചെറിയ കുലയായിരിക്കും നമുക്ക് കിട്ടുക. ഇടത്തരം കന്നാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ എടുത്ത് വാഴയ്ക്ക് നല്ലപോലെ വളരാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുലയും കിട്ടും. വാഴക്കന്ന് നടുന്നതിന് മുമ്പ് ചാണകവും ചാരവും വെള്ളമൊഴിച്ച് കലക്കി അതിൽ വാഴക്കന്ന് മുക്കി എടുത്ത് മാറ്റി വയ്ക്കുക. 3-4 ദിവസം കഴിഞ്ഞിട്ട് നടാം. സ്യൂഡോമോണാക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന അളവിൽ കലക്കി അതിൽ കന്ന് മുക്കി വെച്ച ശേഷം നടാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാഴ നടാനുള്ള കുഴി റെഡിയായിട്ടുണ്ട്. മണ്ണിലെ അമ്ലത്വം കുറയ്ക്കുന്നതിനായി കുമ്മായം മണ്ണുമായി നല്ലപോലെ ഇളക്കി ചേർത്ത് 15 ദിവസം ഇട്ടേക്കണം. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നന്നായി കുമ്മായവും മണ്ണും നല്ലപോലെ ഇളക്കി ചേർക്കണം. 15 ദിവസം കഴിഞ്ഞ് വാഴക്കന്ന് നടാം. ഫ്രണ്ട്സ്, 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇത് വാഴക്കന്ന് നടാനുള്ള കുഴിയെടുക്കാം. ഇതുപോലെ ഇത് കുഴി മതിയാകും. ഇതിലേക്ക് ഇനി വേപ്പിൻ പിണ്ണാക്കിടണം. വേപ്പിൻ പിണ്ണാക്ക് വാഴക്കന്നിനുണ്ടാകുന്ന കീടങ്ങളുടെ ആക്രമണത്തെ തടയാൻ സഹായിക്കും. അതുകൊണ്ട് കൃത്യമായും വേപ്പിൻ പിണ്ണാക്കിടണം. വേപ്പിൻ പിണ്ണാക്ക് ഇട്ടതിന് ശേഷം അടുത്തത് എല്ലുപൊടിയാണ് ഇടുന്നത്. എല്ലുപൊടി ഇട്ടതിന് ശേഷം വാഴക്കന്ന് നടാവുന്നതാണ്. അതിനായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചാണകത്തിലും ചാരത്തിലും മുക്കി വെച്ച വാഴക്കന്നോ അല്ലെങ്കിൽ സ്യൂഡോമോണാക്സിൽ മുക്കി വെച്ചതോ ആയ വാഴക്കന്ന് നടാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സ്യൂഡോമോണാക്സിൽ മുക്കി വെച്ച വാഴക്കന്നാണ്. വാഴക്കന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് കൊടുക്കണം. ഒരുപാട് മണ്ണിട്ട് കുഴി മൂടരുത്. അതിലേക്ക് ഇനി വളങ്ങൾ ഇടാനുള്ളതാണ്. വാഴക്കന്ന് നട്ട ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ഇത് രണ്ടുമില്ലെങ്കിൽ കരിയിലയോ പച്ചിലയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. വാഴക്കന്നിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പറഞ്ഞ വളങ്ങളിടാം. എൻ്റെ കൈവശം ചാണകപ്പൊടിയാണ് ഉള്ളത്. അതുകൊണ്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ വാഴക്കന്നിന് ചുറ്റുമായി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടിയുടെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. വാഴക്കുഴി പൂർണ്ണമായും മൂടരുത്. ഇനിയും വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മണ്ണിട്ട ശേഷം പച്ചിലയോ കരിയിലയോ വാഴക്കന്നിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ പച്ചിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇടുമ്പോൾ വാഴക്കന്നിൻ്റെ മുകൾ വശം മറയാണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്രണ്ട്സ്, വാഴക്കന്നൊക്കെ നല്ലപോലെ നട്ട് കഴിഞ്ഞു. ഇനി ഇപ്പോഴൊക്കെ ഏതൊക്കെ വളം കൊടുക്കണമെന്നുള്ള വീഡിയോയുമായി ഇനിയും കാണാം.